സിനിമ എല്ലാ കാലത്തും മനുഷ്യരെ അങ്ങേയറ്റം സ്വാധീനിച്ചിട്ടുള്ള ഒരു കലയാണല്ലോ. സിനിമ എന്ന മാധ്യമം ആരംഭിച്ച കാലം മുതൽ ഇന്ന് നാം എത്തി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ വരെ സിനിമയ്ക്ക് സംഭവിച്ചിട്ടുള്ള മാറ്റങ്ങൾ വളരെയധികം കൗതുകമുണർത്തുന്നതാണ്. തുടക്കകാലങ്ങളിൽ വെള്ളത്തുണിയിൽ ചലിക്കുന്ന രൂപങ്ങൾ കണ്ട് അവ ഭൂതങ്ങളാണെന്ന് കരുതി ഭയപ്പെട്ടിരുന്നു അന്നത്തെ പ്രേക്ഷകർ. അത് നിർമ്മിച്ച ആളുകളെ ദുർമന്ത്രവാദികളെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പ്രേക്ഷകരുടെ ആത്മാവ് തൊട്ടറിഞ്ഞ അവരെ ഒന്നടങ്കം ഒരു മായാജാല വലയത്തിനുള്ളിൽ പിടിച്ചു നിർത്താൻ സിനിമയ്ക്ക് കഴിഞ്ഞു. സ്ക്രീനിന് മുന്നിൽ പേടിച്ച് വിറങ്ങലിച്ചിരുന്ന പ്രേക്ഷകർ പിന്നീട് സിനിമയിലൂടെ തങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രതിഫലനം ആസ്വദിച്ചു തുടങ്ങി. സിനിമ ലോകത്തിന് മുൻപിൽ അവതരിപ്പിച്ച ലൂമിയർ ബ്രദേഴ്സിന് മുൻപേ കണ്ണുകൊണ്ട് നാം കാണുന്ന കാഴ്ചകൾക്കപ്പുറം ചില സത്യങ്ങളുണ്ടെന്ന പ്രവചനത്തിന് ഉത്തരം തേടിയ നിശ്ചല ചിത്രങ്ങൾ കൊണ്ട് സംവിധാനം ചെയ്ത ഒരു കുതിരപ്പന്തയമായിരുന്നു ചലനചിത്രങ്ങളിലേക്കുള്ള വാതിലുകൾ ലോകത്തിന് മുന്നിൽ ആദ്യമായി തുറന്നു കൊടുത്തത്. 1873 വേഗത്തിലോടുന്ന കുതിരയുടെ 4 കാലുകളും ചില നിമിഷമെങ്കിലും നിലം തൊടാതെ വായുവിലായിരിക്കും എന്ന ലീലാൻഡ് സാൻഫോർഡിൻ്റെ മനസ്സിലുണ്ടായ ചിന്തയിൽ നിന്നാണ് പ്രശസ്തനായിരുന്ന ഫോട്ടോഗ്രാഫർ എഡ്വേർഡ് മ്യൂബ്രിഡ്ജിൻ്റെ സഹായത്തോടെ ഓടിക്കൊണ്ടിരിക്കുന്ന കുതിരയുടെ 1 സെക്കൻഡ് നേരത്തെ ചലനം 24 സ്റ്റിൽ ക്യാമറകൾ ഉപയോഗിച്ച് പകർത്തിയെടുക്കുകയും തുടർന്ന് അവയെല്ലാം ഒരുമിച്ച് ചേർത്ത് വെച്ച് എഡ്വേർഡ് സാൻഫോർഡിൻ്റെ ചിന്തയിലുണ്ടായിരുന്ന വസ്തുത കണ്ടെത്തി. അന്നെടുത്ത 11ാമത്തെയും 12ാമത്തെയും ചിത്രങ്ങളിൽ കുതിരയുടെ 4 കാലുകളും നിലം തൊടാതെ വായുവിൽ നിൽക്കുന്നതായി കണ്ടു. നിശ്ചല ഛായാഗ്രഹണത്തിൽ നിന്ന് ചലിക്കുന്ന സത്യം ചിത്രീകരിക്കാവുന്ന ചലച്ചിത്ര സങ്കല്പത്തിൻ്റെ ആദ്യ ഫ്രെയിം അവിടെ പ്രതിഫലിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ ജനകീയമായ ദൃശ്യമാധ്യമത്തിൻ്റെ വ്യവസായം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. കാലങ്ങളേറെ പിന്നിട്ടപ്പോൾ പ്രേക്ഷകരുടെ സിനിമയോടുള്ള കാഴ്ചപ്പാടും ഒരുപാട് മാറി. കുറച്ചുകൂടി ഗൗരവമായ രീതിയിൽ സിനിമകളെ നോക്കിക്കാണുന്ന ഒരു തലത്തിലേക്ക് പ്രേക്ഷകരുടെ ആസ്വാദനവും നിരീക്ഷണങ്ങളും അപ്ഡേറ്റായി എന്ന് വേണം കരുതാൻ. കേവലം ഒരു എൻ്റർടൈൻമെൻറ്റ് മീഡിയം എന്നതിലുപരി പല ആശയങ്ങളും സന്ദേശങ്ങളും രാഷ്ട്രീയവുമൊക്കെ സിനിമയിലൂടെ പ്രതിഫലിച്ചു തുടങ്ങി. സിനിമകളിലെ ശരികേടുകളെയും സ്റ്റീരിയോ ടൈപ്പുകളെയും ഒക്കെ ചോദ്യം ചെയ്യാൻ പ്രേക്ഷകരെ പ്രാപ്തരാക്കിയതും ആളുകളുടെ സിനിമാ ആസ്വാദനത്തിൽ വന്നിട്ടുള്ള ഈ മാറ്റങ്ങൾ തന്നെയാണ്. ഈ ചിന്താഗതി മാറി തുടങ്ങിയപ്പോൾ സിനിമാ നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കും അതിലെ ശരികേടുകളെപ്പറ്റി മനസ്സിലാവുകയും തുടർന്ന് നല്ല രീതിയിലുള്ള സിനിമകൾ ഉണ്ടാക്കാൻ അവർക്ക് പ്രചോദനമാവുകയും ചെയ്തു. സിനിമ ആസ്വാദന രീതിയിലെ മാറ്റങ്ങളെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ OTT സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളുടെ കടന്നുവരവിനെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. ലോക്ക്ഡൗൺ സമയങ്ങളിലാണ് അവ കൂടുതലായി ആളുകളിലേക്ക് എത്തിത്തുടങ്ങിയത്. അതുവരെ കണ്ടുകൊണ്ടിരുന്ന സിനിമകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി വേൾഡ് ക്ലാസ് ലെവലിലുള്ള സിനിമകളും സീരീസുകളും ഒക്കെ പ്രേക്ഷകർ കാണാൻ തുടങ്ങിയതോടെ സിനിമ ആസ്വാദന രീതിയിൽ വലിയൊരു വിപ്ലവം തന്നെ സൃഷ്ടിക്കപ്പെട്ടു. ഒരു സിനിമ 100 ദിവസം ഓടുക എന്ന സമ്പ്രദായത്തിൽ നിന്ന് വ്യതിചലിച്ച് ഏറിയാൽ 40 ദിവസത്തിനുള്ളിൽ ഒരു സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിൽ എത്തുക എന്ന രീതിയിലേക്ക് മാറുകയും പ്രേക്ഷകർക്കിടയിലേക്ക് ആ സിനിമ വളരെ പെട്ടെന്ന് എത്തുകയും ചെയ്തു. ഈ ഒരു പ്രവണതയ്ക്ക് ശേഷമാണ് സിനിമ എന്ന മാധ്യമം ഒന്നുകൂടെ വിശകലനം ചെയ്യപ്പെടുന്നത്. തിയേറ്ററുകളിൽ നിന്ന് വളരെ മികച്ച അഭിപ്രായം ലഭിച്ച പല ചിത്രങ്ങളും പിന്നീട് OTT റിലീസിന് ശേഷം അന്നുണ്ടായിരുന്ന അഭിപ്രായത്തിൽ നിന്നും അതിന് നേരെ വിപരീതമായൊരു രീതിയിലേക്ക് വരുന്നതും ഈ കാലയളവിൽ നാം കണ്ടിട്ടുണ്ട്. മുൻപ് മുഖ്യധാരാ മാധ്യമങ്ങളിൽ മാത്രം ഒതുങ്ങിയിരുന്ന സിനിമ റിവ്യൂ ഇന്ന് സോഷ്യൽ മീഡിയകളിൽ വളരെ സജീവമായി തുടരുന്നുമുണ്ട്. ആളുകൾക്ക് തങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ വലിയൊരു സാധ്യത തന്നെ സോഷ്യൽ മീഡിയകൾ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചിട്ടുമുണ്ട്. ആയതിനാൽ റിലീസ് ദിവസം തന്നെ ആളുകൾ സിനിമയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ തങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പങ്കുവയ്ക്കുകയും അത് വലിയ രീതിയിൽ ആളുകളിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ഫോളോവേഴ്സ് ഉള്ള ഒരു അക്കൗണ്ടിൽ നിന്ന് ഏതെങ്കിലും ഒരു സിനിമ റിവ്യൂ ഇറങ്ങിയാൽ അത് ആളുകൾ കാണുകയും ആ സിനിമയെപ്പറ്റി വിലയിരുത്തുകയും ചെയ്യുന്നു. ഈ റിവ്യൂ ഇടുന്ന വ്യക്തി അയാളുടെ വ്യക്തിപരമായ അഭിപ്രായമാണ് പറയുന്നതെങ്കിലും അതിനെ മനസ്സിൽ വെച്ചുകൊണ്ട് ആ സിനിമയെ വിലയിരുത്തുന്നു എന്നതും ഒരു സത്യമാണ്. റിവ്യൂ ബോംബിംഗ് മലയാള സിനിമയുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണെന്നുള്ള വാദം നിരത്തി ഒട്ടനേകം സിനിമാ പ്രവർത്തകർ ഇതിനോടകം രംഗത്ത് വന്നിട്ടുമുണ്ട്. ഈ വാദങ്ങൾ ഒരു വശത്ത് നിൽക്കെ OTT റിലീസുകൾക്ക് ശേഷം തിയേറ്ററിൽ നിന്ന് ഒരു സിനിമയ്ക്ക് ലഭിക്കുന്ന ഗംഭീര അഭിപ്രായങ്ങൾ നേരെ മലക്കം മറിയുന്നത് എങ്ങനെയാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇതിനൊരു പ്രധാനപ്പെട്ട കാരണം ഒരു പരിധിവരെ സോഷ്യൽ മീഡിയ ട്രോളും മീംസുമൊക്കെയാണ്. ഈ പേജുകളിൽ വരുന്ന പോസ്റ്റുകൾ പലപ്പോഴും ചേടാ തിയേറ്ററിൽ കണ്ടപ്പോൾ ഇത് ശ്രദ്ധിച്ചില്ലല്ലോ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ്. ഒരു സിനിമ തിയേറ്ററിൽ കാണുമ്പോൾ കിട്ടുന്ന ഇംപ്രഷൻ ഒരു കുഞ്ഞു സ്ക്രീനിൽ ഒഴിഞ്ഞ മുറിയിലിരുന്ന് കാണുമ്പോൾ കിട്ടില്ല എന്ന കാര്യം നമ്മൾ പ്രേക്ഷകർ മനസ്സിലാക്കാതെ പോകുന്നുണ്ട്. ഒരു മാസ് ഹീറോയുടെ ഇൻട്രോ സീൻ കാണിക്കുന്ന സമയത്ത് തിയേറ്ററിലിരുന്ന് വിസിലടിച്ച് ബഹളം വയ്ക്കുന്നത് പോലെ നാം ഒരിക്കലും ഒരു ലാപ്ടോപ്പിന് മുമ്പിലോ മൊബൈൽ ഫോണിൻ്റെ മുമ്പിലോ ഇരുന്ന് ചെയ്യാറില്ലല്ലോ. ഇതുകൊണ്ട് തന്നെയാണ് തിയേറ്ററിൽ നല്ല അഭിപ്രായങ്ങൾ കിട്ടി മുന്നേറിയ പല സിനിമകളുടെയും ഗതി OTTയിൽ വരുമ്പോൾ നേരെ തിരിയുന്നത്.
ഈ ഒരു സംഭവത്തെ ഭയക്കുന്നത് കൊണ്ട് തന്നെ ആയിരിക്കണം OTT റിലീസുകൾക്കെതിരെ തിയേറ്റർ ഉടമകളുടെ വമ്പിച്ച സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഇന്ത്യയിൽ പലയിടങ്ങളിലും പൊട്ടിപ്പുറപ്പെട്ടത്. OTT പ്ലാറ്റ്ഫോമുകൾ സിനിമാ വ്യവസായത്തിന് ഭീഷണിയാണെന്നുള്ളതാണ് ഈ പറഞ്ഞ സമരക്കാരുടെ അവകാശവാദം. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യാമോ?